അല്ല ഞാനിങ്ങനെ എപ്പിസോഡും ലൈവും ഒക്കെ കണ്ട സമയത്ത് അതിൽ കണ്ടസ്റ്റൻസ് ഇപ്പോൾ കഴിഞ്ഞ സീസണിലൊക്കെ പോയപ്പോൾ നിങ്ങൾക്ക് കിട്ടുന്ന ഒരു റെസ്പെക്ട് ഇപ്പം എല്ലാവരും ചെയ്യണമെന്ന് ഞാൻ പറയുന്നില്ല, പക്ഷെ കുറച്ചുകൂടെ അറഗന്റ് ആയിട്ട് ഫീൽ ചെയ്തു, അങ്ങനെ തോന്നിയോ ഇപ്രാവശ്യം? ഇല്ല ഇല്ല. എനിക്ക് ആകെ തോന്നി, എനിക്ക് അറുകന്റ് ആയിട്ടൊന്നുമില്ല, എനിക്ക് ഭയങ്കര ഫണ്ണി ആയിട്ട് തോന്നി അവര് ചെയ്തത്. ഓക്കെ, അവര് ചെയ്തതിനകത്ത് അരകന്റ് ആയിട്ട് തോന്നി. അനീഷ് ചെയ്ത് ഭയങ്കര അരകന്റ് ആയിട്ട്. അതെന്താന്നറിയാമോ? ഹി വാണ്ട്സ് ടു പ്രൂവ് അതെ ഞാനാണ് ബെസ്റ്റ് എന്നല്ലേ. ഐ ആം ചലഞ്ചിങ് ദ ഫസ്റ്റ് സീസൺ വിന്നർ എന്ന് കാണിക്കാൻ വേണ്ടിയായിരിക്കും. അത് അവരുടെ വിഷയം. ഞാൻ എന്തിനതിന് മറുപടി കൊടുക്കണം? ഈ കമന്റ്സ് ഒക്കെ നോക്കുന്ന സമയത്ത് രണ്ട് രീതിയിൽ പറയുന്ന ആളുകളുണ്ട്. ചിലർ എപ്പിസോഡ് നോക്കുമ്പോഴത്തേക്ക് ചില എപ്പിസോഡിൽ സാബുമോൻ ഇതേപോലെ അല്ല, എന്നെ പോഴ്ത്തിയൊന്നും പറയണ്ട, ഫാക്ട്സ് പറഞ്ഞത് ഇഷ്ടംപോലെ തെറി വരുന്നുണ്ട്. ഇല്ല, ഞാൻ രണ്ട് രീതിയിലുള്ളത് പറയാം. എപ്പിസോഡിൽ പറയുന്നുണ്ടായിരുന്നു സാബു ചേട്ടൻ ഇതേപോലെ അനീഷിനെ റോസ്റ്റ് ചെയ്തു എന്ന്, ബട്ട് തിരിച്ച് പറയുന്നുണ്ട് ലൈവില് റിട്ടേൺ റോസ്റ്റ് ചെയ്തു. അങ്ങനെ രണ്ട് രീതിയിലുള്ള കമന്റ്സ് വരുന്നുണ്ട്. അതിനോട് എന്താ പറയാനുള്ളത്? ഇല്ല, ഞാൻ ആക്ച്വലി റോസ്റ്റ് ചെയ്തില്ല ഇവിടെ ആരും. എൻ്റെ റോസ്റ്റ് എന്താണെന്ന് അറിയണമെന്നുണ്ടെങ്കിൽ പിന്നെ ഞാൻ വേറൊരു ചാനലിൽ ഞാൻ റോസ്റ്റ് ചെയ്ത് കാണിച്ചു കൊടുത്തിട്ടുണ്ട്. കാരണം എനിക്കത് ചെയ്യാൻ അറിയാൻ വയ്യാത്ത ഒരാളൊന്നുമല്ല. ആൻഡ് റിയൽ ലൈഫിൽ ഞാൻ റോസ്റ്റിങ്ങിനകത്ത് ഒട്ടും മോശമായിട്ടുള്ള ഒരാളെ അല്ല. ഞാൻ എന്തുകൊണ്ട് റോസ്റ്റ് ചെയ്തില്ല എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, എഗെയിൻ നമ്മൾ അവരുടെ ഗെയിമിന് ഇൻ്റർഫിയർ ചെയ്യാൻ പാടില്ല എന്നുള്ളത്. അത് ഭയങ്കര എത്തിക്കലി റോങ് ആണ്. കാരണം ഇപ്പോൾ ഞാൻ അതിനകത്തുള്ള സമയത്ത് ആളുകൾ വന്നിട്ട് അങ്ങനെ ചെയ്യുകയാണെങ്കിൽ, വെളിയിലുള്ള കാര്യമൊക്കെ എല്ലാവർക്കും പറയുകയാണെന്നുണ്ടെങ്കിൽ അത് മോശമല്ലേ? ഞാൻ എന്ത് പറഞ്ഞ അവരുടെ, എനിക്ക് ഇവരുടെ പേഴ്സണൽ ലൈഫോ ഇവരുടെ പ്രൊഫഷണൽ ലൈഫോ ഒന്നും അറിയാവുന്ന ഒരാളല്ല. സത്യമായിട്ടും പറയണേ, എനിക്ക് അതിനകത്ത് ആകെ കൂടെ അറിയാവുന്നുള്ളത് അപ്പാനി ശരത്തിനെയും ടെലിവിഷനിൽ കണ്ട് പരിചയമുള്ള അനുമോളയുമാണ്. അപ്പാനി എനിക്ക് കൊച്ചിലോട്ട് അറിയാം. കാരണം അവൻ സ്കൂളിൽ പഠിക്കുന്ന സമയം തൊട്ട് ഈ നാടകമൊക്കെ പറഞ്ഞ് നടക്കുന്നുണ്ട്. അന്ന് ഞാനും കോളേജിൽ നാടകമൊക്കെ കളിച്ച് നടന്നിട്ടുണ്ട്. എൻ്റെ മുമ്പിൽ വന്ന് പെർഫോം ചെയ്തിട്ട് എങ്ങനെയുണ്ട് ഈ സാധനം, ഞാൻ പിന്നെ മോണാക്റ്റും സാധനമൊക്കെ എൻ്റെ മുമ്പിൽ ഒന്ന് കാണിച്ചു. നമ്മുടെ ഒരു അനിയൻ പയ്യനത്. അനുവിനെ എനിക്ക് വേറൊരു ചാനൽ ഷോയിൽ പോയപ്പോൾ ഞാൻ പരിചയപ്പെട്ടിട്ടുണ്ട്. നമ്മളങ്ങനെ ക്ലോസ്ലി കണക്റ്റഡ് ആയിട്ടുള്ളതോ ജീവിതത്തിൽ ഒരു പ്രാവശ്യം പോലും ഫോണിൽ പോലും സംസാരിച്ചിട്ടുള്ള ആളുമല്ല. പക്ഷെ അനുവിനെ എനിക്കറിയാം, അനുവിനെ എനിക്ക് പരിചയമുണ്ട്, അത്രയേ ഉള്ളൂ. അതിനപ്പുറം ഒരു ബന്ധമൊന്നുമില്ല. ഞാൻ എന്തിനു കള്ളം പറയണം? ഞങ്ങൾ ഒരു ഇൻഡസ്ട്രിയാണ്, അതുകൊണ്ട് ഞങ്ങൾക്ക് ഭയങ്കര പരിചയം. ഞാൻ അനുവിൻ്റെ ഫോൺ നമ്പർ പോലും എൻ്റെ ഇല്ല. അപ്പാനിടെ ഉണ്ട്, കാര്യം അവൻ നമ്മുടെ ചെറുക്കനായതുകൊണ്ട്. അപ്പോൾ ഞാൻ ഈ പറയുന്നത് പോലെ ഇപ്പം ചേട്ടൻ തന്നെ തോന്നിയായിരുന്നല്ലോ, അതായത് ഭയങ്കര അരോഗന്റ് എന്നല്ല, എന്നാലും എന്തോ ഒരു പ്രൂവ് ചെയ്യാൻ ശ്രമിക്കുന്ന പോലെ അനീഷ്. അപ്പോൾ അങ്ങനെ ഒരു സംഭവം വന്നപ്പോഴത്തേക്ക് എന്താ ഒരു ടെമ്പർ തോന്നിയിരുന്നോ? സത്യമായിട്ടില്ല, എന്റെ മനസ്സിന്റെ ഒരു കോണി പോലും ഇല്ല. ഞാൻ ചേട്ടാ ഇവരെന്തിനാടാ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത്? എന്നിട്ട് അത് കഴിഞ്ഞപ്പോ ഞാൻ അവൻ്റെ അടുത്ത് പറഞ്ഞു കൊടുത്തു, ചെയ്യല്ലേ ഇങ്ങനെ ചെയ്യല്ലേ എന്ന് പറഞ്ഞു. ഇങ്ങനെ ചെയ്യല്ലേ, അതിന്റെ ആവശ്യമില്ല എന്ന് പറഞ്ഞാൽ. ആണ് എന്താണെന്നറിയാമോ, പുള്ളി എന്തൊക്കെയോ പഠിച്ചിട്ട് വന്നിരിക്കുകയാണ്. അപ്പം പിന്നെ അതിന്റെ ആവശ്യമൊന്നുമില്ല അതിനകത്ത്. ജസ്റ്റ് ബി യുവർ സെൽഫ്. നമ്മൾ ഈ ബിഗ് ബോസിലെ കാര്യം നോക്കുമ്പോൾ തന്നെ ഫസ്റ്റ് സീസൺ കാണുമ്പോഴത്തേക്ക് നമുക്ക് പ്രത്യേകിച്ച് ഇവിടുത്തെ ഓഡിയൻസിന് ഒരു ഐഡിയ ഇല്ല. ഇപ്പം റീസെൻ്റ്ലി 1-2 സീസൺസ് ഒക്കെ ആകുമ്പോഴത്തേക്ക് ഏറ്റവും കൂടുതൽ ഔട്ട്സൈഡിൽ പ്ലേ നടക്കുന്ന നമ്മൾ കാണുന്നുണ്ട്, PR ടീംസ് അങ്ങനെയൊക്കെ. ശരിക്കും പറഞ്ഞാൽ ഈ ഒരു ന്യൂസ് ഒക്കെ കാണുമ്പോൾ എന്താ ഫീൽ ചെയ്യുന്നത്? എന്താണെന്നറിയാമോ, ഇതിനകത്ത് കുറെ പേര് പിന്നെ എല്ലാവരുടെ അടുത്തും ചെന്ന് കൊട്ടേഷൻ വെക്കും, ഞങ്ങൾ PR ഞങ്ങൾ ചെയ്തു തരാമെന്നും പറഞ്ഞു. എന്നിട്ട് ഒരു എമൗണ്ട്, ഒരാളല്ലേ കുറെ ഒരു കൂട്ടമാണത്. എന്നിട്ട് അവര് പിന്നെ അവരുടെ അടുത്ത് പറയും ഇത്ര രൂപ അഡ്വാൻസ് തരണം, ഞങ്ങൾ 50 days അകത്ത് നിർത്തി തരും, അതിന് നിങ്ങൾ 50 daysന് വേണ്ടി ഇത്ര ലക്ഷം രൂപ നിങ്ങൾക്ക് തരണം, നിങ്ങൾ നിന്നില്ല എന്നുണ്ടെങ്കിൽ ഞങ്ങൾ പൈസ തിരിച്ചു തരും എന്ന് പറയും. ഒന്നുമില്ല, അതൊരു ഉടായ്പ പരിപാടിയാണ്. അറിയാം, ആ 50 days നിന്ന അവന്മാർക്ക് ആ പൈസ കിട്ടും, നിന്നില്ലെങ്കിൽ ആ പൈസ അവർ തിരിച്ചു കൊടുക്കും. സ്മിയർ ലക്ക്. അവര് മറ്റേ ചീട്ട് കളിക്കുന്ന പോലെ ചെയ്യുന്ന പരിപാടിയെ അതിൽ എന്നിട്ട് ഇവർ പറയും ഞങ്ങൾ ഇങ്ങനെ ആളുകളൊക്കെ ഞങ്ങളാ ചെയ്തതെന്ന് പറയും. അതുകൊണ്ട് ഞാൻ എന്ത് ഡിസൈഡ് എന്ന് പറഞ്ഞാൽ, ഞാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നു. അഡ്വൈസ് കൊടുക്കുക, പിന്നെ പ്രോപ്പർലി ഹാൻഡിൽ ചെയ്യുക. അതുകൊണ്ട് പോകുന്നവർ എന്നെ വന്ന് കാണുക. കാരണം ഈ ഉടായ്പിനകത്ത് പോയി പൈസ കളയരുത്. കാരണം കുറെ എണ്ണം ഇറങ്ങിയിട്ടുണ്ട്. പിന്നെ പാരലലി കുറെ പേര് ഞങ്ങൾ ബിഗ് ബോസിൽ എടുപ്പിച്ചു തരാമെന്നും പറഞ്ഞ് നടപ്പുണ്ട്. അതിനും പൈസ വാങ്ങിക്കുന്നുണ്ട് ഇവന്മാര്, സീരിയസ്ലി.
ഒരു പരിപാടിയും നടക്കത്തില്ല, സത്യമായിട്ടും പറയാണ്. അത് ഞാൻ പറഞ്ഞാലും കേൾക്കരുത്, ഞാൻ വിചാരിച്ചാലും അതിനകത്ത് എടുക്കാൻ പറ്റില്ല. ഞാൻ എന്നെ വിളിച്ച് ചോദിക്കും ആളുണ്ടോയെന്ന് ചോദിക്കും, എനിക്ക് വേണമെങ്കിൽ റെക്കമെൻഡ് ചെയ്യാം, സജസ്റ്റ് ചെയ്യാം. ഒരാളുണ്ട്, അവർ CV അയക്കാൻ പറയും, CV ഫോർവേഡ് ചെയ്ത് കൊടുക്കും, മനസ്സിലായോ? അല്ല ഞാൻ വിചാരിച്ചാൽ പോലും, ഞാൻ വിചാരിച്ചപ്പോൾ ഞാൻ വലിയ കക്ഷിയൊന്നുമല്ല, ഫസ്റ്റ് സീസൺ വിന്നർ. പക്ഷെ അവരെന്നെ എല്ലാ വർഷവും വിളിച്ച് ചോദിക്കും, സാബു ആരെങ്കിലും റെക്കമെൻഡ് ചെയ്യുന്നുണ്ടോ എന്ന് ചോദിക്കും. ഞാൻ ഇന്ന് വരെ ചെയ്തിട്ടില്ല. കാര്യം ഞാൻ അതിനകത്ത് പറയുന്ന ഡയലോഗ്, ഞാൻ ശത്രുക്കളെ പോലെ റെക്കമെൻഡ് ചെയ്യത്തില്ല എന്നുള്ളതാണ്. അതെ, അത് നമ്മളൊരു തമാശ രീതി പറഞ്ഞാൽ പോലും ബിഗ് ബോസ് എന്ന് പറഞ്ഞ സംഭവം ശരിക്കും ഒരു ലൈഫ് വെച്ചിട്ടുള്ളൊരു കളിയാണ്. അതുകൊണ്ട് ഞാൻ എന്തിന് എൻ്റെ സുഹൃത്തുക്കളെ പറഞ്ഞ് അതിനകത്ത് വിടണം, പിന്നെ ആരെങ്കിലും ഒക്കെ പോകണം. ഞാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് തുടങ്ങി കഴിഞ്ഞാൽ ഞാൻ റെക്കമെൻഡേഷൻ പുഷും ചെയ്യും. കാരണം ഈ ഫ്രോഡ് പരിപാടി ഞാൻ ഇനി നടത്താൻ സമ്മതിക്കത്തില്ല എന്ന് ഞാൻ ഡിസൈഡ് ചെയ്തു. യെസ്, കാരണം എല്ലായിടത്തും ചെന്ന് ഇവന്മാർ പൈസ വാങ്ങിക്കും. അവർ നിൽക്കുന്ന അവരുടെ കഴിവ് കൊണ്ട് 50 ദിവസം 60 ദിവസം, എന്നിട്ട് ഇവന്മാർ ആ പൈസ വാങ്ങിച്ചുകൊണ്ട് പോകും. ഇത് വെച്ചിട്ട് ആർക്കും ഒന്നും ഒരു 10 ദിവസം പോലും നിർത്താൻ പറ്റുമോ? ഒരു കുന്തം ചെയ്യാൻ പറ്റില്ല. പക്ഷെ നമ്മള് വേറെ പരിപാടി ഇവര് ചെയ്യുന്ന ആകെ ചെയ്യുന്ന ഇവന്മാര് ഈ കമന്റ് ആദ്യത്തെ ഒരു 25 കമന്റ് ഇവന്മാര് വേഗം കേടും. അപ്പം അതൊരു ട്രെൻഡ് സെറ്റിംഗ് ആണ്. അത് ഞാൻ വേറൊരു ഇന്റർവ്യൂവിൽ പറഞ്ഞു, പിന്നെ ഈ ഇന്റർനെറ്റ് മങ്കീസ് ഞാൻ പറഞ്ഞിട്ട് സൂപ്പർമാനകത്ത് അത് പിന്നെ ജെയിംസ് ഗണ്ട് സർക്കാസ്റ്റിക്കലി കാണിക്കുന്നുണ്ട്. സൂപ്പർമാനെ പിടിച്ച് പാരൽ വേൾഡിനകത്ത് കൊണ്ടുപോകുമ്പോൾ അവിടെ ഒരു കുരങ്ങുകൾ ഇരുന്ന് ഇങ്ങനെ ടൈപ്പ് ചെയ്യുന്ന കാണിക്കും. കണ്ടായിരുന്നോ സിനിമ? സൂപ്പർമാൻ കണ്ടായിരുന്നു? ഇല്ല, കണ്ടിട്ട്. ഒരു പാരലൽ വേൾഡ്, പോക്കറ്റ് വേൾഡ് അവർ സെറ്റ് ചെയ്ത് വെക്കുന്നുണ്ട്. അപ്പോൾ അതിനകത്ത് ഇരുന്നിട്ട് സൂപ്പർമാൻ ഹാഷ്ടാഗ് ഇട്ടിട്ട് കുരങ്ങന്മാരിരുന്ന് ഇങ്ങനെ, അത് വാനരന്മാർ ഇങ്ങനെ ഇരുന്ന് ടൈപ്പ് ചെയ്ത് അതിലെന്തോ പറയുന്നുണ്ട്, 1 മിനിറ്റിൽ 1.5 ലക്ഷം ഹാഷ്ടാഗ് എന്താണ് ഈ കുരങ്ങന്മാർ ഇട്ടുകൊണ്ടിരിക്കുന്നത്, ടു ചേഞ്ച് യുവർ ഇമേജ് എന്ന്, നെഗറ്റീവ് ആക്കാൻ വേണ്ടി. അത് ഈ സാധനങ്ങൾ ഉദ്ദേശിച്ചിട്ടുണ്ട്, മനസ്സിലായി? എനിക്കിതിനകത്ത് ഇഷ്ടം പോലെ കിട്ടുന്നുണ്ട്. ഞാനിപ്പോൾ അകത്ത് ചെയ്യുന്നപ്പോഴേ സാധാരണക്കാരനായിട്ടുള്ളൊരു മനുഷ്യരോട് ഇങ്ങനെ ചെയ്തല്ലോ എന്ന് പറഞ്ഞുകൊണ്ട് ഭയങ്കരമായി ഇതിനാണ്. പക്ഷെ എനിക്കത്, ഞാൻ വർഷങ്ങളായിട്ട് തേറ്റ് വാങ്ങിക്കുന്ന ഒരാളും ഞാൻ ഈ നിരന്തര രക്തസാക്ഷിയായതുകൊണ്ട് എനിക്കിത് വിഷയമേ അല്ല. കാരണം ഇവരെ കൊണ്ട് ഒന്നും ഞാൻ ചെയ്യുന്ന മേഖലയ്ക്കകത്ത് ഒന്നും ചെയ്യാൻ പറ്റില്ല. ഇനിയിപ്പം അവരെല്ലാം കൂടെ ചേർന്നിട്ട് എന്നെ കോർണറൈസ് ചെയ്ത് മറ്റേ ക്യാൻസൽ കൾച്ചറിൽ കൊണ്ടുവന്ന് എന്നെ ആര് സിനിമയിൽ എടുക്കാതെ ഞാൻ പട്ടിണി കിടന്ന് കഷ്ടപ്പെട്ട് എൻ്റെ കുടുംബം വഴിയാധാരമായി ഞങ്ങൾ സ്ട്രീറ്റിൽ ടാർപോളിങ് കെടുക്കുന്ന ആ പരിപാടിയൊന്നും ഇവിടെ ഇല്ല. നമുക്ക് അടുത്തടുത്തടുത്ത് ജോലിയുണ്ട്, അത് പോയി അന്തസ്സായിട്ട് ജീവിക്കാനത് 100% കോൺഫിഡൻസ് ഉള്ളതുകൊണ്ട് ഇച്ചാതി പരിപാടി ക്യാൻസൽ കൾച്ചർ കൊണ്ടുവരാം, ഇവനെ ഒതുക്കിക്കളയാം, ഇവനെ ഇനി ആരും സിനിമയിൽ എടുക്കുന്നത്. ഞങ്ങൾ ഇയാളുടെ സിനിമയൊന്നും കാണില്ല കേട്ടോ. ഇനി ഒന്നാമത് ഞാൻ നായകനായിട്ട് അഭിനയിക്കുന്നതല്ല, ഞാൻ അരികത്തൂടെ വല്ല വില്ലനും സാധനവും എനിക്ക് സന്തോഷമുള്ള സാധനമൊക്കെ അഭിനയിച്ചു പോകുന്ന ആളാണ്. എന്നെ ക്യാൻസൽ ചെയ്യാൻ പറ്റത്തില്ല. എന്നെ അറിയാവുന്ന മനുഷ്യർ എന്നെ സിനിമയിൽ എടുക്കും. ഇവന്മാർ ഈ 1 ലക്ഷം കമന്റ് ഇട്ടാലും ശരി, എന്നെ ബാധിക്കുന്ന വിഷയമേ അല്ല. അത് എൻ്റെ അഹങ്കാരം കൊണ്ട് പറയുന്നതല്ല, അതിന് കോൺഫിഡൻസ് ആണ്. കാരണം എനിക്ക് ജോലി ചെയ്ത് ജീവിക്കാൻ ഇഷ്ടം പോലെ അവസരങ്ങളുണ്ട്. ഇപ്പം ഇവരെല്ലാം കൂടെ ചേർന്ന് ഇല്ല ഇവനെ നമ്മൾ വഴിയാധാരമാക്കും, നമ്മൾ റോഡിലിറക്കി ഇവനെ കിടത്തി ഇവനെ നശിപ്പിച്ച് കളയെന്ന് വിചാരിച്ച് അങ്ങനൊന്നും മനുഷ്യർ നശിക്കത്തില്ല. അത് ആരും നശിക്കത്തില്ല, ഈ പറയുന്നവർ നശിക്കത്തില്ല, മനസ്സിലായോ? നമ്മൾ മനുഷ്യരല്ലേ, നമ്മൾ സർവൈവ് ചെയ്യും, നമ്മൾ അടുത്ത ലെവലിലേക്ക് പോകും, എന്നിട്ട് അടുത്ത ജോലി കണ്ടുപിടിക്കും. ഇവരെല്ലാം കൂടി ഇങ്ങനെ പറയുമ്പോഴത്തേക്ക് നമുക്ക് മരിച്ചു കളയാൻ പറ്റുമോ? അങ്ങനെ മരിക്കാനാണെങ്കിൽ ഇപ്പം ഏതാണ്ട് ലോക ജനസംഖ്യയുടെ 3/2 ഭാഗം മരിക്കണം. കാരണം അതിന് മാത്രം അബ്യൂസ് ഓൺലൈനിൽ നടക്കുന്നുണ്ട്. അങ്ങനെ മരിക്കത്തില്ലല്ലോ.